محمد أشرف الأعراب والعجم محمد خير من يمشي على قدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ ജാമിയ സഅദിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തുക്കോയ തങ്ങൾ കണ്ണവം, അബ്ദുൽ കരീം സഅദി ഏണിയാടി, അഹമ്മദ് അലി വണ്ടിച്ചാൽ, ഷറഫുദ്ദീൻ സഅദി, അബ്ദുൾ റസാഖ് ഹാജി മേൽപ്പറമ്പ്, ഖലീൽ കട്ടക്കാൽ, മറ്റു നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഴ്ചതോറും ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹത്തായ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന, ഇത് വീക്ഷിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ സഹോദര സഹോദരികൾക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നാം ഇന്ന് നിലകൊള്ളുന്നത്. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള ജനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണങ്ങൾ പറയുകയും പ്രസംഗിക്കുകയും പാടുകയും പുകഴ്ത്തുകയും അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ജാമിയ സഅദിയ അറബിയ, നമുക്കറിയാം, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മഹത്തായ സ്ഥാപനം. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ഓൺലൈനിലൂടെയാണല്ലോ നമ്മുടെ പരിപാടികളൊക്കെ സംഘടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്ഥാപനവുമായി ബന്ധപ്പെടാനും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുവാനും അതിന് സന്മനസ് കാട്ടിയ എല്ലാ നല്ലവരായ സഹോദരങ്ങളെയും ആദ്യമായി പ്രശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു തൊട്ടുള്ള റിപ്പോർട്ടിൽ കാണാം, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സാധാരണ റബീഉൽ അവ്വൽ 1 മുതൽ തന്നെ കേൾക്കുന്ന ഹദീസായിരിക്കാം. എങ്കിലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാകില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ, മിൻ വാലിദിഹി, മാതാപിതാക്കളെക്കാൾ, വലദിഹി, സന്താനങ്ങളെക്കാൾ, വന്നാസി അജ്മഈൻ, സർവ്വജനങ്ങളെക്കാൾ. നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ പലരെയും ഇഷ്ടപ്പെടാറുണ്ട്. ചിലരൊക്കെ സിനിമ ആക്ടർമാരെ ഇഷ്ടപ്പെടും, ചിലര് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ഇഷ്ടപ്പെടും, ചിലരൊക്കെ പലരെയും സുഹൃത്തുക്കളായി കണ്ട് ഏറ്റവും വലിയ സുഹൃത്തായി കണക്കാക്കി
ഫേസ്ബുക്കിലും അല്ലാതെയും ആധുനിക മാധ്യമങ്ങളിലൊക്കെ അതൊരു സ്റ്റാറ്റസായി കൊണ്ടു നടക്കുന്നവരും ധാരാളം നമുക്ക് കാണാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ എല്ലാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായി മാറണം. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നടന്നു പോകുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഞാൻ അങ്ങയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. എന്റെ ജീവിതത്തിൽ എന്റെ മാതാപിതാക്കളെക്കാളും മറ്റു വസ്തുക്കളെക്കാളൊക്കെ അങ്ങയോട് എനിക്ക് വല്ലാത്ത മഹബ്ബത്തുണ്ട് നബിയേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയുണ്ടായി. ഒരാള് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മറ്റൊരാളെ ഇഷ്ടപ്പെട്ടാൽ, പ്രിയം വെച്ചാൽ, മഹബ്ബത്തുണ്ടായാൽ, എനിക്ക് നിന്നോട് മഹബ്ബത്തുണ്ട് എന്ന് അറിയിക്കൽ പ്രത്യേകം ഒരു പുണ്യമുള്ള കാര്യമായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുണ്ട് എന്ന് പറഞ്ഞത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ഉമറേ, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല. നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും എന്നെ പ്രിയം വെച്ചാലും നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളും എന്നെ പ്രിയം വെക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ലെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തിരുത്തി പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ സ്വന്തം ശരീരത്തെക്കാളും എന്റെ മാതാപിതാക്കളെക്കാളും എന്റെ മക്കളെക്കാളും ഈ പ്രപഞ്ചമഖിലത്തെക്കാളും അങ്ങയോട് എനിക്ക് പ്രേമമുണ്ട്, എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് കടപ്പാടുണ്ട് നബിയേ. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം മറുപടി പറഞ്ഞു, അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ, ഉമറേ, ഇപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്കുള്ള മഹബ്ബത്താണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകേണ്ടത്. സ്വന്തം ശരീരത്തെക്കാളും നബി തങ്ങളോട് മഹബ്ബത്ത് വേണം. കാരണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ നബിയല്ല, ഒരു സാധാരണ റസൂലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ശരീരത്തിന്റെ ഘടനയിൽ പോലും സാധാരണത്വം നമുക്ക് കാണാൻ കഴിയില്ല. മുഹമ്മദുൻ അശ്റഫുൽ അറാബി വൽ അജ്മീ, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ അറാബി വൽ അജ്മി, അറബികൾക്ക് മാത്രം നേതാവല്ല, അനറബികൾക്ക് മാത്രമല്ല, ചേതന അചേതന വസ്തുക്കളടക്കം ജന്തു ജീവജാലകങ്ങൾക്കടക്കം പ്രപഞ്ചത്തിൽ ഏതൊക്കെ വസ്തുക്കളാണോ ഉള്ളത് ആ മുഴുവൻ വസ്തുക്കൾക്കും പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലീഡറാണ്.
നേതാവാണ്, അനുകരിക്കേണ്ടവരാണ്, ആ നബി തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരാണ്. അത് തന്നെയാണല്ലോ മഹാനായ ഇമാം ബൂസൂരിയും പാടി ഫക്കൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനു ഫീ ഇൽമി വലാ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നബിമാരിൽ ഉന്നതരായ നബിയെ പോരാ, ഫീ ഖൽഖിൻ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഉന്നതരായ നബിയെ, വഫീ ഖുലുഖി സ്വഭാവത്തിലും ഉന്നത നിലവാരം പുലർത്തിയ നബിയെ, വലം യുദാനൂഹു ആ നബി തങ്ങളോട് കടപിടിക്കുകയില്ല, ഫീ ഇൽമിൻ വലാ ശറഫി വലാ കറമി സ്ഥാനത്തിലും ബഹുമാനത്തിലും അറിവിലും പുണ്യ നബി തങ്ങളോട് കടപിടിക്കുന്ന മറ്റൊരു സൃഷ്ടിയെ പടച്ചറപ്പി ഭൂമുഖത്ത് സൃഷ്ടിച്ചിട്ടില്ല. അതാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സഹാബത്ത് കിറാം റളിയല്ലാഹു അൻഹും നബി തങ്ങളെ സ്നേഹിച്ചത് ആ രൂപത്തിലായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ മദീനയിലെത്തിയ സമയത്ത് ചെറുപ്പക്കാരനായ ചെറിയ പ്രായമുള്ള ത്വൽഹത്ത് ഇബ്നുൽ ബറാഅ റളിയല്ലാഹു അൻഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി എന്നറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലുള്ള സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ട് യാത്ര പോയി. ത്വൽഹത്ത് ചെറിയ പ്രായക്കാരനാണ്, അടുത്തിടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. നബി തങ്ങളെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്, വല്ലാത്ത കൊതിയാണ്, വല്ലാത്ത ആശയാണ്. അങ്ങനെ തൽഹത്ത് പോയി. ചരിത്രത്തിൽ കാണാം, വജഅല യുൽസികു ബിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലം. തൽഹത്ത് ചെറിയ കുട്ടിയായതുകൊണ്ട്, ചെറുപ്പക്കാരനായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് കൊണ്ട് നബിയോട് ഒട്ടിച്ചേർന്നിരുന്നു. സ്നേഹത്തിന്റെ കാഠിന്യം കൊണ്ട് ഒട്ടിച്ചേർന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽഹത്തിനോട് പറഞ്ഞു, തൽഹത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് മുർനി ബിമാ ശൈത ലാ അസീ ലക അംറാ. അല്ലാഹുവിന്റെ റസൂലേ, എന്ത് വേണമെങ്കിലും എന്നോട് കൽപ്പിച്ചോ, ഞാനത് ചെയ്യാം. അങ്ങയെ കാണണമെന്നൊരാഗ്രഹം, അങ്ങയോട് ചേർന്നിരിക്കണമെന്നൊരാഗ്രഹം ദീർഘകാലമായി എന്റെ മനസ്സിലുള്ളൊരാഗ്രഹമാണ് നബിയെ. വല്ലാത്തൊരു അനുഭൂതിയാണ് നബിയെ, വല്ലാത്ത ഇഷ്കാണ് നബിയെ. അതുകൊണ്ട് തങ്ങൾ എന്ത് കൽപ്പിച്ചാലും ഞാൻ സ്വീകരിക്കും. ചെറുപ്പക്കാരായ ഒരു കുട്ടി അങ്ങനെ പറയുമ്പോ റസൂലുള്ളാഹ് അല്പം രസകരമായ രീതിയിൽ തൽഹത്തിനോട് പറഞ്ഞു, തൽഹത്തെ, ഞാൻ എന്ത് പറഞ്ഞാലും നീ സ്വീകരിക്കോ? സ്വീകരിക്കും. ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അല്പം ചിരിച്ചു. വഖാല, എന്നിട്ട് പറയുന്നു, ഇദ്ഹബ് ഫഖ്തുൽ അബാക്. നിനക്ക് ഇത്രയൊക്കെ എന്നോട് മഹബത്തുണ്ടെങ്കിൽ നീ ഉടനെ തന്നെ ഇപ്പോൾ പോകണം. എന്നിട്ട് മുശ്രിക്കായ നിന്റെ പിതാവിന്റെ കഴുത്തെന്ന് വെട്ടണം. ആ തല എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. രസത്തിന് പറഞ്ഞതാ. കുട്ടികളാകുമ്പോ ഇങ്ങനെ രസം പറയുമല്ലോ. ഫഖറജ മൂലിയൻ ലിയഫഅല. ഞാൻ വളരെ പെട്ടെന്ന് എന്റെ പിതാവിന്റെ തലയും കൊണ്ടുവരാൻ നബിയെ എന്ന് പറഞ്ഞു ഉടനെ പുറപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽഹത്തെ പോകണ്ട, ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇന്നീ
ലം ഉബഅസ് ബിഖതിയത്തിർ റഹം, കുടുംബബന്ധം മുറിക്കാനല്ല പടച്ച റബ്ബ് എന്നെ യാത്ര അയച്ചത് തൽഹത്തെ, പിതാവിന്റെ കഴുത്ത് വെട്ടാനല്ല, മാതാവിനെ അകറ്റാനല്ല, സഹോദരനെ വെറുപ്പിക്കാനല്ല, അന്യവരെ ചീത്ത പറയാനല്ല, ഞാൻ എന്റെ മനസ്സെന്ത് പറയുന്നു എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചു, സമാധാനിപ്പിച്ചു. ചരിത്രത്തിന്റെ വിശാലമായ വശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ് 20 മിനിറ്റ്, അത് 19:45 നിർത്തണമെന്നാണ് എന്റെ മനസ്സിലുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ത്വൽഹത്തിന് രോഗം പിടിപെട്ടു, വല്ലാത്ത രോഗമാണ്. ഈ രോഗം പിടിപെട്ട വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽഹത്തിന്റെ വീട്ടിലേക്ക് വരുന്നു. ഫഅദഹു അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണക്കാരനായ ഒരു മെമ്പറായ ഒരു കുട്ടിയുടെ പ്രായമുള്ള ത്വൽഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ത്വൽഹത്തിന്റെ വീട്ടിൽ വന്നു. ത്വൽഹത്തിന് വേണ്ടി അള്ളാന്റെ റസൂല് പ്രാർത്ഥിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് ത്വൽഹത്തിന്റെ കുടുംബക്കാരെ കണ്ടുകൊണ്ട് കുടുംബക്കാരോടായി നബി തങ്ങൾ പറയുന്നു, ഇന്നി അറാ ത്വൽഹത ഖദ് ഹദസ ഫീഹിൽ മൗത്ത് ഫഇദാ മാത ഫആസിനൂനി ഹത്താ ഉസല്ലി അലൈഹി വഅജ്ജിലൂ ഫഇന്നഹു ലാ യൻബഗി ലിജൈഫത്തി മുസ്ലിമിൻ അൻ തുഹ്ബസ ബൈന ലഹ്റാനി അഹ്ലി. ഓ സഹോദരന്മാരെ, കുടുംബക്കാരെ, ത്വൽഹത്തിന് കൂടുതൽ കാലം ജീവിക്കില്ല. ത്വൽഹത്ത് ഇന്ന് രാത്രിയോ മറ്റോ മരണപ്പെടും. അതുകൊണ്ട് ത്വൽഹത്ത് മരണപ്പെട്ട വിവരം മരിച്ച ഉടനെ തന്നെ എന്നെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ത്വൽഹത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കും, ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബക്കാരോടായി വസിയ്യത്ത് ചെയ്തു. നബി തങ്ങൾ അതാ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതെ, അന്നത്തെ രാത്രി ത്വൽഹത്തിന് രോഗം കൂടി, രോഗം കലശലായി. രക്ഷപ്പെടുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥ വന്നു. ആ സമയത്ത് ത്വൽഹത്ത് കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ഇന്ന് രാത്രി മരണപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മരണപ്പെട്ടാൽ ഞാൻ മരിച്ചു എന്ന വിവരം അള്ളാന്റെ റസൂലിനെ അറിയിക്കാൻ പാടില്ല. കാരണം എന്റെ നാട്ടിലേക്ക്, എന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരുപാട് ശത്രുക്കളുണ്ട്. യഹൂദികളുണ്ട്, നസാറാക്കളുണ്ട്, മുനാഫിഖീങ്ങളുണ്ട്, കപട വിശ്വാസികളുണ്ട്. ഈ പാവപ്പെട്ട ത്വൽഹത്തിന്റെ ജനാസ കാണാൻ എന്റെ നേതാവ് വരുന്ന സമയത്ത് ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചാൽ ഈ ത്വൽഹത്തിന് ഖബറിൽ കിടത്തം ശരിയാകില്ല, ത്വൽഹത്തിന് സമാധാനം വരില്ല. അതുകൊണ്ട് എന്റെ മരണ വിവരം അല്ലാഹുവിന്റെ റസൂലിനെ അറിയിക്കാൻ പാടില്ല. രാത്രി തന്നെ എന്നെ ഖബറടക്കണേ. അങ്ങനെ ത്വൽഹത്ത് മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരം അറിയിച്ചില്ല.
إنك لا تخلف الميعاد وارحمنا معهم برحمتك يا أرحم الراحمين. ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മരണം പിറ്റേ ദിവസം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുകയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വൽഹത്തിന്റെ ഖബർസ്ഥാനിൽ വന്നു ഖബറിമ്പറത്ത് നിന്ന് നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് അവിടെ വെച്ചുകൊണ്ടൊരു പ്രാർത്ഥന നടത്തി. അല്ലാഹുമ്മ അൽക ത്വൽഹത വഅൻത തദ്ഹകു ഇലൈഹി വഹുവ യദ്ഹകു ഇലൈക് അർഹമർ റഹീമായ റബ്ബേ. ഈ ത്വൽഹയിലേക്ക് നിങ്ങളുടെ ഈ ത്വൽഹയെ അങ്ങൊന്ന് ത്വൽഹയെ സന്തോഷിപ്പിക്കണം റബ്ബേ. ത്വൽഹ അതുകൊണ്ട് റബ്ബാകുന്ന നിന്നോടും സന്തോഷം പ്രകടിപ്പിക്കും റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പ്രാർത്ഥന നടത്തുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹവും മഹബ്ബത്തും ആരാണോ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയത് അവർക്കാണ് ഏറ്റവും വലിയ വിജയമുള്ളത്. അല്ലാഹു അത്തരം വിജയിയുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് നബിക്കുള്ള മൗലിദ് വീട്ടിലും മോദേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും കുറയുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. എല്ലാ വീട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദുകൾ സംഘടിപ്പിക്കണം, പാടണം, പുകഴ്ത്തണം. അങ്ങനെ സ്വലാത്തുകളെ കൊണ്ട് ധന്യമാക്കണം നമ്മുടെ എല്ലാ മജ്ലിസും. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെയുള്ളൊരു നാരിയത്ത് സ്വലാത്തിന്റെ മജ്ലിസാണ് ജാമിയ സാരിയ അറബിയുടെ നേതൃത്വത്തിലായി ബഹുമാനപ്പെട്ട കണ്ണുവന്നങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ ആഴ്ചയും നടക്കുന്നത്. അല്ലാഹു തങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദരങ്ങൾക്കും അർഹമർ റഹീമായ റബ്ബേ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച നമ്മെ വിട്ടുപിരിഞ്ഞ ജാമിയ സഅദിയുടെ കമ്മിറ്റി അംഗവും കുവൈത്ത് ജാമിയ സഅദിയുടെ സെക്രട്ടറിയുമായ മൊയ്തീൻ മുല്ലശ്ശേരിയുടെ പിതാവ്, ഖത്തർ ജാമിയ സഅദിയുടെ പ്രസിഡന്റായ മുല്ലശ്ശേരി അബ്ദുൽ ഖാദർ ഹാജിയുടെ സഹോദരൻ മുല്ലശ്ശേരി അബ്ദുറഹ്മാൻ ഹാജി നമ്മ പിരിഞ്ഞുപോയി. സഅദിയ കുടുംബത്തിലൊരു പ്രധാന അംഗമായിരുന്നു. ബഹുമാനപ്പെട്ട ഏണിയാടി ഉസ്താദിന്റെ കൂടെ എല്ലാ ബിൽഡിങ്ങിന്റെയും കാര്യത്തിൽ കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ച് കണിശത പുലർത്തി അതിനുവേണ്ടി രാപ്പകൽ ഭേദമന്യേ കഠിനാധ്വാനം ചെയ്തു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ ഫാമിലി ഏകദേശം 90% ജാമിയ സഅദിയുടെ സ്കൂളുകളിലാണ് പഠനം നടത്തുന്നത്. അങ്ങനെ നമ്മിലൊരാളായി പ്രവർത്തിച്ച് മരിക്കുന്നത് വരെ, മരിക്കുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് വരെ അദ്ദേഹം പങ്കെടുത്തു. കൊറോണ വ്യാപകമായ സമയത്ത് എല്ലാ ദിവസവും വിളിച്ചു ചോദിക്കും, ബുദ്ധിമുട്ടുണ്ടാ, വിഷമമുണ്ടാ. ഞാൻ മനസ്സിലാക്കുന്നു പണക്കാരുടെ കൂട്ടത്തിൽ ആദ്യമായി വിളിച്ചത് അദ്ദേഹമായിരിക്കും. ആ നിലക്ക് പാവപ്പെട്ടവരോട് വലിയ കൂറും സ്നേഹവും ഭക്തിയും പുലർത്തി അള്ളാഹുവിന്റെ വിധിക്ക് ഉത്തരം നൽകി മുല്ലശ്ശേരി അബ്ദുറഹ്മാൻ ഹാജി നമ്മളെ പിരിഞ്ഞുപോയി. അർഹമർ റഹീമായ റബ്ബേ, കബറിടം വിശാലമാക്കണേ അല്ലാ, വന്ന ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ.
ആഖിറം നന്നാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇവിടെ ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി വിദേശത്തും സ്വദേശത്തും ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാ നല്ലവരായ സഹോദരങ്ങൾക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിർത്തുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട കണ്ണവന്തങ്ങൾ അവർകളെ ഈ പരിപാടിയുടെ നേതൃത്വത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. صلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. ബഹുനിരായ കൊല്ലമ്പാടി ഉസ്താദ്, ഏണിയാടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങളെ, ഓൺലൈനിലൂടെ പരിപാടി വീക്ഷിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ ഈ സംവിധാനം പരിപൂർണമായ നിലക്ക് സ്വീകരിക്കുമാറാകട്ടെ. കൊറോണയുടെ വ്യാപ്തി ദൈനംദിനം കൂടി വരുമ്പോൾ ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കലാണ് ഈ വ്യാപ്തി തടയാനുള്ള വലിയൊരു മാധ്യമം എന്ന് അല്ലാഹു തആല തന്നെ അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണ്. എല്ലാ റഹ്മത്തിന്റെ കവാടവും തുറക്കാൻ ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കണം, ആ വഴിയെ സഞ്ചരിക്കണം എന്ന് അല്ലാഹു തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹ്, അതനുസരിക്കുന്ന മുഅ്മിനീങ്ങൾ ലോകത്തെ എല്ലാ ദിക്കിലും ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുന്നു, മദ്ഹ് ചൊല്ലുന്നു, സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുന്നു. അൽഹംദുലില്ലാഹ്, മഹത്തായ ജാമിയത്ത് സഅദിയത്തുൽ അറബിയ എന്നീ സ്ഥാപനത്തിൽ കൊറോണയുടെ തുടക്ക സമയത്ത് തന്നെ എല്ലാ ആഴ്ചകളിലും നാരിയത്ത് സ്വലാത്ത് ഓൺലൈനിലൂടെ ചൊല്ലുന്നു. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നേരത്തെ ചൊല്ലി അറിയിച്ചവരുമുണ്ട്. ഇപ്പോൾ തന്നെ ഗുളുവാറുള്ള നമ്മുടെ ബോംബെ റിസീവർ ഓർഗനൈസർ മുഹമ്മദ് കുഞ്ഞി, മൊയ്തീൻ കുഞ്ഞി ഗുളുവാർ, മൊയ്തീൻ കുഞ്ഞി സഖാഫി ഗുളുവാർ, അവർ മുഖാന്തരം അവരുടെ നാട്ടിൽപ്പെട്ട ഒരു ഫാമിലി 23,577 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ചൊല്ലിയവർക്കൊക്കെ വലിയ ഫലം നൽകുമാറാകട്ടെ, ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ, പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ അബ്ദുൽ ജലീൽ കോട്ടിക്കുളം അവരുടെ ഫാമിലി ഉമ്മയുടെ രോഗശമനത്തിന് വേണ്ടി 4,444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ നേരത്തെ അറിയിച്ചവരുണ്ട്. അതുപോലെ ഇബ്രാഹിം ദാരിമി, അവരുടെ എളിയൻ അബ്ദുർ റസാഖ്,
അദ്ദേഹത്തിന് റാഹത്ത് കിട്ടാനും എല്ലാ വിഷയത്തിലേക്കും 10,000 സ്വലാത്ത്, നാരിയത്ത് സ്വലാത്തല്ല 10,000 സ്വലാത്ത് ചൊല്ലി അറിയിക്കുന്ന അല്ലാഹു തആല ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ പല ആളുകളും സ്വലാത്ത് ചൊല്ലി നേരത്തെ അറിയിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് ചൊല്ലിയവരൊക്കെ ഓൺലൈനിൽ പിന്നീട് അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, മഹത്തായ സ്ഥാപനത്തിൽ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് ഇവിടെ മതപഠനവും അതുപോലെ ഭൗതിക പഠനമൊക്കെ നടക്കുന്നുണ്ട്. അതിന് ഒരുപാട് ചെലവുകളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ ഈ സമയത്തും ഈ കൊറോണയുടെ വലിയ ദുരിതം ഉള്ള ഈ സമയത്ത് പോലും നല്ല നിലക്ക് സംഭാവന നൽകിയ അനവധി ആളുകൾ, സ്ഥാപനത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, വിദേശത്തുള്ള എല്ലാ എമിറേറ്റ്സിലുള്ള സൗദിയ, അതുപോലെ തന്നെ സൗദിയുടെ വിവിധ സ്റ്റേറ്റിലുള്ളവർ, അതുപോലെ തന്നെ ഖത്തർ, കുവൈത്ത്, ഒമാൻ, അതുപോലെ UAE, ബഹ്റൈൻ അടക്കമുള്ള എല്ലാ എമിറേറ്റ്സിലും അൽഹംദുലില്ലാഹ് അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ ഈ സമയത്ത് പോലും നല്ല നിലക്ക് സഹായങ്ങൾ നൽകുന്നുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ വലിയ ബർക്കത്ത് നൽകുമാറാകട്ടെ. അതിനു വേണ്ടി സഹായങ്ങൾ നൽകിയ വേണ്ടപ്പെട്ടവർ, സ്ഥാപനത്തിന്റെ ഗുണകാംക്ഷികൾ, അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഒന്നരായ ഗഫാർ സയ്യിദിയുടെ നേതൃത്വത്തിലായിട്ട് വളരെ സന്തോഷത്തോടുകൂടി സ്ഥാപനത്തിന്റെ വിഷയത്തിന് നല്ല നിലക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ സന്തോഷങ്ങളും അല്ലാഹു തആല എപ്പോഴും നൽകുമാറാകട്ടെ. ആമീൻ ബി റഹ്മത്തിക യാ റഹ്മാൻ റഹീം. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സുലൈമാന്റെ ഉപ്പ വലിയ ക്ഷീണത്തിലാണ്. അല്ലാഹു തആല ശമനം നൽകുമാറാകട്ടെ. അതുപോലെ പല ആളുകളും ഇൻഷാ അല്ലാഹ് എല്ലാ ലിസ്റ്റും പിന്നീട് വായിക്കും. നല്ല നിലക്ക് നാരിയത്ത് സ്വലാത്തൊക്കെ ചൊല്ലണമെന്ന് ഓൺലൈനിലൂടെ ശബ്ദം കേൾക്കുന്നവരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളൊക്കെ ഒന്നിച്ച് ചൊല്ലണം, ഒന്നിച്ച് ദിക്ർ ചൊല്ലുന്ന സമയത്ത് ചൊല്ലണം. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇലാ ഹദ്റത്ത് സയ്യിദിനാ വ ശഫീനാ വ ഹബീബിനൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إلى حضرة سيدنا وشفينا وحبيبنا المصطفى محمد صلى الله عليه وسلم، وإلى حضرة بلي بن والكان باللبا سيدنا خضر عليه السلام، وإلى حضرات ساداتنا سائر الأنبياء والمرسلين صلوات الله وسلامه عليهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إلى حضرة سيدنا وشفينا وحبيبنا المصطفى محمد صلى الله عليه وسلم، وإلى حضرات ساداتنا أزواج رسول الله صلى الله عليه وسلم، وأولاد رسول الله صلى الله عليه وسلم، وأصحاب رسول الله صلى الله عليه وسلم، وأهل بيت رسول الله صلى الله عليه وسلم، وإلى حضرات السادات الأئمة المجتهدين رضي الله تعالى عنهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إلى حضرة سيدنا وشفينا وحبيبنا المصطفى محمد صلى الله عليه وسلم، وإلى حضرة سيدنا قطب الأقطاب غوث الأعظم الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز،
وإلى حضرة سيدنا سلطان العارفين السيد أحمد الكبير الرفاعي قدس الله سره العزيز، وإلى حضرة سيدنا أحمد البدوي قدس الله سره العزيز، وإلى حضرة سيدنا إبراهيم الدسوقي قدس الله سره العزيز، وإلى حضرة سيدنا سلطان الهند خواجة معين الدين الجستي الأجميري قدس الله سره العزيز، وإلى حضرة سيدنا قطب العالم ولي الله سيما أبو بكر المنوري قدس الله سره العزيز، وإلى حضرة سيدنا قطب الزمان سيد محمد مابلي لبي قدس الله سره العزيز، وإلى حضرة سيدنا قطب الزمان تاج العلماء سيد عبد الرحمن البخاري قدس الله سره العزيز، وإلى حضرة شيخنا ومربنا وملاذنا الأستاذ نور العلماء عبد القادر عبد الله القادري قدس الله سره العزيز، وإلى حضرات ساداتنا أصحاب الطرائق رضي الله تعالى عنهم، وإلى حضرات ساداتنا رجال الغيب رضي الله تعالى عنهم، وإلى حضرة سيدنا قطب هذا الزمان رضي الله عنه، وإلى حضرات السادات الأقطاب والأوتاد والنجباء والعرفاء والعلماء والشهداء والزهداء والصديقين والصالحين أينما كانوا من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثاه أموات كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إلى حضرة سيدنا وشفينا وحبيبنا المصطفى محمد صلى الله عليه وسلم، وإلى حضرة سيدنا وسندي ومرشدي وجدي ومربي قطب الشرفين قطب الحرمين السيد علي الأهدى القدس الله سره العزيز، وإلى حضرة سيدنا وسندي ومرشدي وجدي وربي قطب الزمان السيد عبد الله الأهدى اللادوري قدس الله سره العزيز، وإلى حضرة سيدنا وسندي ومرشدي وجدي وربي قطب الزمان السيد يحيى الأهدى الكوتبرمي قدس الله سره العزيز، وإلى حضرة سيدنا وسندي ومرشدي وأبي السيد عبد الرحمن كني كويتن الأهدى القدس الله سره العزيز، وإلى حضرات الساداتنا أجدادي ومشائخي رضي الله تعالى عنهم، وإلى حضرات الساداتنا أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس
الذي يوسوس في صدور الناس من الجنة والناس. استغفروا ربكم. استغفر الله العظيم. 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 جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله. 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 لا إله إلا الله محمد رسول الله صلى الله عليه وسلم. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. يا حي يا قيوم. يا حي يا قيوم. حي يا قيوم. يا 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 حي
يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم حي يا قيوم يا 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 حي يا قيوم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه
بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله
وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله. صلي على جميع الأنبياء والمرسلين الحمد لله رب العالمين.
ഒരുപാട് ആളുകൾ വേർക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ കീഴിലുള്ള വിദ്യാനഗറിലുള്ള പള്ളി, അതിന്റെ ചാരത്തായി മദ്രസ നിർമ്മിക്കുന്നുണ്ട്. അതിലേക്ക് മൈക്ക് ഏറ്റെടുത്ത ബഷീർ ഷാർജ, കബീർ ഷാർജ, അവരുടെ ഉമ്മയുടെ പേരിൽ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു തആല ഉമ്മക്ക് വലിയ സന്തോഷം നൽകുമാറാകട്ടെ, എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ കുവൈത്ത് ഇബ്രാഹിം ഹാജി വേങ്ങര, അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കോളോട്ട് കുഞ്ഞി പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മുഹമ്മദ് അസീസ്, അതുപോലെ അൻവർ കണ്ടവം, അഹമ്മദ് കുഞ്ഞി പള്ളങ്കോട്, അബ്ദുൽ കരീം പള്ളത്തൂർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കി കൊടുക്കുമാറാകട്ടെ, ഖൈർ നൽകുമാറാകട്ടെ. അതുപോലെ സയ്യിദ് യാസീൻ കടം വീടി കിട്ടാനും ആഖിബത്ത് നന്നായി കിട്ടാനും അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും കടങ്ങളൊക്കെ വിട്ട് സന്തോഷം നൽകുമാറാകട്ടെ. കുടുംബത്തിലൊക്കെ വലിയ ഖൈർ നൽകുമാറാകട്ടെ. അതുപോലെ ഫാറൂഖ് ആരിക്കാടി, അഷ്റഫ് സൈദി കുമരമ്പത്തൂർ, മുഹമ്മദ് സിനാൻ, അല്ലാഹു തആല അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അറഫ കാസർഗോഡ്, ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കാൻ അല്ലാഹു തആല ഉമ്മയുടെ പ്രയാസങ്ങൾക്ക് നീക്കി കൊടുക്കുമാറാകട്ടെ, വലിയ സമാധാനം നൽകുമാറാകട്ടെ. ഷൗക്കത്ത്, അതുപോലെ യൂസുഫ് കുറ്റുമ്പ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കി കൊടുക്കുമാറാകട്ടെ. ജാവിദ് പടന്ന മഞ്ഞപ്പിത്തം രോഗം രൂക്ഷമായതിനാൽ മാംഗ്ലൂർ ICUവിലാണ്. അല്ലാഹു തആല ഈ മഹത്തായ നാരിയത്ത് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അതിവേഗത്തിൽ തന്നെ ശിഫ നൽകുമാറാകട്ടെ. താജുദ്ദീൻ ഉദുമ മകൻ യാസീനിന്റെ രോഗം ശിഫിയാവാനും കുടുംബത്തിലെ പ്രയാസങ്ങൾ നീങ്ങാനും അല്ലാഹു തആല ആ മകന്റെ രോഗങ്ങളിൽ നിന്ന് പരിപൂർണമായ നിലക്കുള്ള മുക്തി നൽകുമാറാകട്ടെ. കുടുംബത്തിലൊക്കെ അല്ലാഹു തആല വലിയ ഐശ്വര്യം നൽകുമാറാകട്ടെ. അതുപോലെ ICF നാഷണൽ എക്സിക്യൂട്ടീവായ അബ്ദുൾ റസാഖിന്റെ 5 വയസ്സുള്ള മകൾ 3ാം നിലയിൽ നിന്ന് താഴെ വീണ് സീരിയസിലാണ്. അല്ലാഹു തആല ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ബർക്കത്ത് കൊണ്ട് നാരിയത്ത് സ്വലാത്തിന്റെ പൂരിശ കൊണ്ട് എളുപ്പം ശിഫ നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു തആല വലിയ സമാധാനം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മുഹമ്മദ് മൊയ്തീനി, ഫാത്തിമ റഹീദ, എല്ലാ പ്രയാസങ്ങളും നീങ്ങാനും സന്തോഷം കിട്ടാൻ നമ്മുടെ അല്ലാഹു തആല അവർക്ക് വലിയ സമാധാനം നൽകുമാറാകട്ടെ. ഷരീഫ് ചേരൂർ സാലിഹായ മക്കൾ ഉണ്ടാവാനും വേണ്ടി അല്ലാഹു തആല നല്ല മക്കളെ നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമുക്കുള്ള മക്കളെയൊക്കെ അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. അതുപോലെ തന്നെ അബ്ദുള്ള വമ്പ്രാണ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾക്ക് നീക്കി ഖൈർ നൽകുമാറാകട്ടെ. എല്ലാ ഉദ്ദേശങ്ങളും ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മിദ്ലാജ്, അതുപോലെ തന്നെ കാനക്കോടിലുള്ള ഒരു സുഹൃത്ത് കുടുംബത്തിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി അല്ലാഹു തആല അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ, ഖൈർ നൽകുമാറാകട്ടെ. മുഹമ്മദ് മായിപ്പാടി കുടുംബത്തിന് വേണ്ടി ദ്വാരക്കാൻ അല്ലാഹു തആല കുടുംബത്തിലൊക്കെ വലിയ ബർക്കത്ത് നൽകുമാറാകട്ടെ, ഐശ്വര്യം നൽകുമാറാകട്ടെ. അബ്ദുൽ ഖാദിർ സഖാഫി വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാവാൻ അല്ലാഹു തആല അവരുടെ വീട്ടിന്റെ പണിയൊക്കെ ഖൈറാലൊക്കെ സന്തോഷത്തോടുകൂടി പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മഹത്തായ നാരിയത്ത് സ്വലാത്തിലേക്ക് ഒരുപാട് ആളുകൾ നമ്മളെ പരിപാടി ഇപ്പോൾ ഓൺലൈനിൽ കാണാത്തവർ പിന്നീട് രാത്രി കാണുന്ന ഒരുപാട് ആളുകൾ വിളിച്ചു പറയാറുണ്ട്. അവർക്ക് പ്രത്യേകം ദ്വാരക്കണം. പിന്നീട് ഓൺലൈനിൽ പരിപാടി വീക്ഷിക്കുന്ന അനവധി ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ. യൂട്യൂബിലായതുകൊണ്ട് ഈ സമയം റഷ് ടൈമുമാണ്. ഗൾഫിലുള്ളവരും നാട്ടിലുള്ളവരൊക്കെ രാത്രിയാണ് കാണുന്നത്. ചില ആളുകൾ പകല് കാണുന്നവരുണ്ട്. യൂട്യൂബിൽ അവിടെ തന്നെ ഫിക്സഡ് ആകുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ.
പിന്നെ അതുപോലെ തന്നെ അബ്ദുൽ ലത്തീഫ് ദ്വാരക്കാൻ, അബ്ദുൽ സമദ് അദ്ദേഹത്തിനും കുടുംബത്തിനും ദ്വാരക്കാൻ അല്ലാഹു തആല എല്ലാവർക്കും വലിയ സന്തോഷം നൽകുമാറാകട്ടെ, ഖൈർ നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ അബ്ദുൽ മജീദ് അമാനി ബുറൈമിലുള്ള അവർക്ക് ഒരു നല്ല റാഹത്തുള്ള വീട് വേണം, അതിനുള്ള സൗകര്യം വേണം, സ്ഥലം വേണം, അതിനൊക്കെ ദ്വാരക്കാൻ വേണ്ടി അല്ലാഹു തആല വഴികളൊക്കെ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പല ആളുകൾ ഇങ്ങനെ അപ്പാപ്പം ദ്വാരക്കാൻ വേണ്ടി പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇബ്രാഹിം മഞ്ഞനാടി അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് ദ്വാരക്കാൻ വേണ്ടിയിട്ട് 200 രൂപ തന്നിട്ടുണ്ട്. അല്ലാഹു തആല മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഖബറിൽ വലിയ സന്തോഷം നൽകുമാറാകട്ടെ. അതുപോലെ കോളിയെടുക്കും മൊയ്തീൻ മുഹമ്മദ് അവരുടെ ഭാര്യ ആയിഷ ദ്വാരക്കാൻ വേണ്ടി അല്ലാഹു തആല കുടുംബത്തിലേക്ക് വലിയ സന്തോഷം നൽകുമാറാകട്ടെ, എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മളെ അഹമ്മദ് വണ്ടിച്ചാല് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല വലിയ സന്തോഷം നൽകുമാറാകട്ടെ, ബിസിനസ്സിലൊക്കെ വലിയ റാഹത്ത് നൽകുമാറാകട്ടെ. ചെറിയൊരു പ്രയാസമുണ്ട്, ആ പ്രയാസങ്ങൾക്ക് അല്ലാഹു തആല നീക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഹസൻ പൂത്തപ്പലം അദ്ദേഹം നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്, പ്രത്യേകം ബഹ്റൈനിലാണുള്ളത്. പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ യാത്രയൊക്കെ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ, ഖൈർ നൽകുമാറാകട്ടെ, എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ പല ആളുകളും ഓരോ വിഷയം പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ ഉള്ളത് കുറച്ച് പറഞ്ഞത് മാത്രം. ഇൻഷാ അല്ലാഹ് എല്ലാം അല്ലാഹു തആല ഖൈറാലേക്ക് നീക്കി സന്തോഷം നൽകുമാറാകട്ടെ. മുജീബ് കുറ്റുമ്പ പ്രത്യേകം എപ്പോഴും നമ്മളെ സദസ്സിലേക്ക് സംഭാവന ചെയ്യുന്ന ആളാണ്. ഓൺലൈനിലൂടെ പരിപാടി വീക്ഷിച്ചിട്ട് പിന്നീട് വീക്ഷിക്കലാണ്, എന്നിട്ടെന്തെങ്കിലും സംഭാവന ചെയ്യുന്ന ആളാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് വലിയ സന്തോഷം നൽകുമാറാകട്ടെ. അതുപോലെ യൂസുഫ് കുറ്റുമ്പ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖൈർ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഷാഫി 2 കാഴ്ചയും 2 കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ട് വലിയ പ്രയാസമുണ്ട്. അത് പരന്റെ പണിയെല്ലാം തുടങ്ങുന്നുണ്ട്. അല്ലാഹു തആല എല്ലാം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാം അവരുമായി ബന്ധപ്പെട്ട കേസ് അല്ലാഹു തആല ഖൈറാലേക്ക് സന്തോഷത്തിൽ ഖൈറായ വഴികൾ അല്ലാഹു തആല തുറന്ന് പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഇബ്രാഹിം കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച ആക്സിഡന്റ് ആയിട്ട് മംഗലാപുരം ഇബ്രാഹിം നാരമ്പാടി ഭാഗത്തുള്ള മാവനട്ട ഭാഗത്തുള്ള അദ്ദേഹം ആക്സിഡന്റ് ആയിട്ട് മംഗലാപുരം പ്രയാസത്തിലാണ്, വലിയ സീരിയസിലാണുള്ള. അല്ലാഹു തആല വലിയ ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാ ബാബുകളും തുറന്ന് സന്തോഷം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ മരണപ്പെട്ടു പോയ എല്ലാവരും മനസ്സ് കരുതിയിട്ട് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഖുൽ ഹുവല്ലാഹു أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒന്നിരായ ബേക്കലം ഉസ്താദിന്റെ 40 നാളെ. അല്ലാഹു തആല ദറജകൾ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ നോട്ടം കൊണ്ട് നമ്മേവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അഷ്റഫ് കൊല്ലിയ ദുബൈയിലുള്ള അബുദാബിയിലുള്ള ഒരു ഷോപ്പ് പൂട്ടിയിട്ട് ഒരു ചെറിയ പ്രയാസത്തിലാണ്. അല്ലാഹു തആല നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി സമാധാനം നൽകുമാറാകട്ടെ.
എല്ലാവരും മനസ്സ് കരുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നേരത്തെ അയച്ചവർ പിന്നെ അയക്കാൻ ബാക്കിയുള്ളവർ ഇൻഷാ അല്ലാഹ് എല്ലാവരെയും അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد حبيب الله وعلى آله وصحبه وسلم اللهم صل وسلم وبارك على سيدنا محمد وآله وصحبه عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أوصل اللهم ثواب قراءتنا وبركة دعائنا مقبولة مرضية منا أول حضرة سيدنا وشفينا وحبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات الساداتنا أجدادي ومشائخي رضي الله تعالى عنهم وإلى حضرات السادات ناهر الخير كلهم أجمعين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك اللهم إنا نسألك بحقوقهم وبجائهم أرحم الراحمين راج سيدا يا الله ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ച മദ്ഹ് പറഞ്ഞ സദസ്സാണ് റബ്ബേ. തിങ്കളാഴ്ച രാവാണ് മദീന മുനവ്വറയിൽ വിശ്രമിക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലേക്ക് ഞങ്ങളുടെ ഈ സദസ്സ് നീ എത്തിക്കണേ അല്ലാഹ്. വലിയ ഇജാബത്ത് നീ നൽകണേ റബ്ബേ, വലിയ ഇജാബത്ത് നീ നൽകണേ അല്ലാഹ്. ധാരാളം ഇജാബത്ത് കിട്ടിയ സദസ്സാണ് റബ്ബേ. ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ചൊല്ലാൻ തുടങ്ങിയ നാരിയത്തു സ്വലാത്ത്, ഞങ്ങളെ പള്ളികളിൽ ചൊല്ലുന്ന നാരിയത്തു സ്വലാത്ത് ലോക്ക്ഡൌൺ സമയത്ത് ഓൺലൈനിലൂടെ ഞങ്ങൾ ഈ സ്വലാത്ത് നിത്യേന ചൊല്ലിപ്പോകുന്നു റഹ്മാനെ. എല്ലാ ആഴ്ചകളിലും ചൊല്ലുന്നു അല്ലാഹ്. ഈ സദസ്സുമായി ബന്ധപ്പെട്ട് അനവധി ആളുകൾ നാരിയത്തു സ്വലാത്ത് ചൊല്ലി അറിയിച്ചവരുണ്ട് റഹ്മാനെ. ഈ സദസ്സിനെ വീക്ഷിക്കുന്നവരുണ്ട്, പിന്നീട് വീക്ഷിച്ച് അറിയിച്ചവരുണ്ട് അല്ലാഹ്. ഞങ്ങളെ ഈ സദസ്സ് പരിപൂർണമായ നിലക്ക് വലിയ ഇജാബത്ത് നീ നൽകണം റഹ്മാനെ. ഒരുപാട് ഉത്തരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് റബ്ബേ. നീയും ധാരാളം ഇജാബത്തുകൾ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم صل على سيدنا محمد حبيب الله وعلى آله وصحبه وسلم يا الله. ഞങ്ങളുടെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, സ്നേഹജനങ്ങള്, ഞങ്ങളെ മഹത്തായ ജാമിയ സഅദി അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി പിന്തുണ അറിയിച്ചവർ, വിദേശത്തുള്ള സ്വദേശത്തുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഓൺലൈനിലൂടെ ഞങ്ങളെ പരിപാടി വീക്ഷിക്കുന്നവർ, പ്രചരണം നടത്തുന്നവർ അനവധിയാണ് റബ്ബേ. സർവരുടെയും സർവപാപങ്ങളും നീ പൊറുക്കണം അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നേതാവ് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തർബിയത്തിനായിട്ടുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. മഈശത്ത് നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെല്ലാവരുടെയും സ്വഭാവം നീ നന്നാക്കി തരണേ അല്ലാഹ്. വേണ്ടാത്ത വിചാരങ്ങളൊക്കെ കൽബിൽ നിന്ന് എടുത്തു മാറ്റി മാരിഫത്തിന്റെ നോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അശിഖീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ
سيدنا محمد حبيب الله وعلى آله وصحبه وسلم رحمة للعالمين محمد رسول الله صلى الله عليه وسلم അവിടുത്തെ എല്ലാ നിലക്കും ഇഷ്ക് വെക്കുന്ന ഖൽബ് നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അവിടുന്ന് പ്രിയം വെക്കുന്ന അടിമകളാക്കണേ അല്ലാഹ്. اللهم صل على سيدنا محمد حبيب الله وعلى آله وصحبه وسلم رحمة للعالمين محمد رسول الله صلى الله عليه وسلم തങ്ങളുടെ പേരിൽ എല്ലാ ആഴ്ചകളിലും നാരിയത്തു സ്വലാത്ത് ഇവിടെ നടക്കുന്നു റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം ഒന്ന് മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അല്ലാഹ് ഈ മഹത്തായ ഞങ്ങളെ ജാമിയ സഅദിയ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടത്തിലും അവിടുത്തെ നിയന്ത്രണത്തിലുമാക്കി വളർത്തണം റഹ്മാനെ. അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളെ നിയന്ത്രണം ഏറ്റെടുപ്പിക്കണം അല്ലാഹ്. اللهم صل على سيدنا محمد حبيب الله وعلى آله وصحبه وسلم يا الله ഞങ്ങളുടെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മേൽ പറയപ്പെട്ട സർവ്വഅഹ്ലുകാരുടെയും സർവ്വരോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസർ ഉള്ളവരുണ്ട്, ട്യൂമർ ഉള്ളവരുണ്ട്, അൾസർ ഉള്ളവരുണ്ട്, കൊളസ്ട്രോളിന്റെ അസുഖമുള്ളവരുണ്ട്, ശ്വാസതടസ്സമുള്ളവരുണ്ട്, കിഡ്നിയിൽ മൂത്രസഞ്ചിയിൽ പിത്തസഞ്ചിയിൽ കല്ലുള്ളവരുണ്ട്, യൂറിക് ആസിഡ് അസുഖമുള്ളവരുണ്ട്, കൊറിയാസിന് അസുഖമുള്ളവരുണ്ട്, ശരീരമാസകലം നീരുള്ളവരുണ്ട്, വെള്ളപ്പാണ്ട് പറഞ്ഞവരുണ്ട്, അലർജി പറഞ്ഞവരുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും പലതരം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. യാ ഷാഫി യാ അല്ലാഹ് ശിഫ നീ ദായിമാക്കണേ അല്ലാഹ്. ജനങ്ങൾ അറുക്കുന്ന മാറാവ്യാധികളിൽ നിന്ന്, ഭീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീക്കാക്കണേ അല്ലാഹ്. യാ അല്ലാഹ് കൊറോണ വൈറസ് പിടിപെട്ട് ഒരുപാട് ആളുകൾ ഐസിയിൽ കഴിയുകയാണ്, വെന്റിലേറ്ററിൽ കഴിയുകയാണ്, ക്വാറന്റൈനിൽ കഴിയുകയാണ്. റബ്ബേ നെഗറ്റീവ് റിപ്പോർട്ട് കാണിച്ച് വലിയ സലാമത്ത് നീ നൽകണേ അല്ലാഹ്. നെക്സ്റ്റ് റിപ്പോർട്ട് നെഗറ്റീവ് കാണിക്കണേ അല്ലാഹ്. റിപ്പോർട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന അനവധി ആളുകൾ അവർക്കൊക്കെ നെഗറ്റീവ് കാണിച്ച് വലിയ സമാധാനം നീ നൽകണേ അല്ലാഹ്. അല്ലാഹ് ഈ മഹാമാരിയെ അതിവേഗത്തിൽ തന്നെ നീ തുടച്ചു മാറ്റണം അല്ലാഹ്. ഇതുപോലെയുള്ള വ്യാധികൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല റബ്ബേ. യജമാനനായ റബ്ബ് നീയാണ് അല്ലാഹ്. ഞങ്ങളുടെ തെറ്റുകൾ കാരണമായിട്ട് ഇത്രയും രോഗം തന്നുകൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല റബ്ബേ. എല്ലാ തെറ്റുകളും നീ മായ്ക്കണം അല്ലാഹ്. അല്ലാഹ് എല്ലാ തെറ്റുകളും നീ പൊറുക്കണം അല്ലാഹ്. നിന്നെ പേടിക്കുന്ന ഖൽബ് നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഓരോ ഹരക്കാത്ത് സക്കനാത്തിൽ നിന്നെ പേടിക്കുവാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാഹ്. اللهم صل على سيدنا محمد حبيب الله وعلى آله وصحبه وسلم. അല്ലാഹ് കൊറോണ മൂലം ഞങ്ങളെ പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും ഭൗതിക സ്ഥാപനങ്ങളും നേരാവണ്ണം ജോലിക്ക് പോവാൻ കഴിയാതെ വലിയ പ്രയാസത്തിലാണ് റബ്ബേ. യാ അല്ലാഹ് ഇതിനൊരു അറുതി വേഗത്തിൽ നീ വരുത്തണം റഹ്മാനേ. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തുന്നു റഹ്മാനെ. അല്ലാഹ് അതിവേഗത്തിൽ തന്നെ ഈ മഹാമാരിയെ കെടുത്തിക്കളയണം അല്ലാഹ്, നശിപ്പിക്കണം അല്ലാഹ്. വലിയ ഹിഫ്ള് കൊണ്ട്, ഹിമായത്ത് കൊണ്ട്, കാവല് കൊണ്ട്, ശിഫാ കൊണ്ട് നീ അനുഗ്രഹിക്കണം അല്ലാഹ്. യാ അല്ലാഹ് യാ ഷാഫി യാ അല്ലാഹ് അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹ് നിങ്ങളെ ജോലിയിലും കുടുംബത്തിലും കച്ചവടത്തിലും എല്ലാ നിലക്കുമുള്ള ബറക്കത്ത് നീ നൽകണം അല്ലാഹ്. സർവ്വ കടങ്ങളും നീ വീട്ടിത്തരണം
തരണേ അല്ലാ. റബ്ബേ വീടില്ലാത്തവരുണ്ട് റബ്ബേ, ഖൈറായ നിലക്കുള്ള ഭവനം നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാ. വിവാഹപ്രായം കഴിഞ്ഞ് കിടക്കുന്ന അനവധി ആളുകളുണ്ട് റബ്ബേ, അനുയോജ്യരായ ഇണകൾ നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാ. എല്ലാ നിയമങ്ങളും എല്ലാ നിലക്കും മുസ്ലിം സമുദായത്തിന് നീ അനുകൂലമാക്കി തരണേ അല്ലാ. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാ, ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശ്രമിക്കുന്ന മദീന മുനവ്വറ സിയാറത്ത് ചെയ്യുവാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ രീതിയിൽ ഹജ്ജും ഉംറയും നിർവഹിക്കുവാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. യാ അല്ലാ, സർവ്വ സിഹ്റുകൾ നീ ഇബ്താൽ ചെയ്യണേ അല്ലാ. സർവ്വ ഐനുകൾ നീ ഇബ്താൽ ചെയ്യണേ അല്ലാ. ഹസദീകളെ ഹസന കാക്കണേ അല്ലാ. ചതിയന്മാരുടെ ചതികൾ കാക്കണേ അല്ലാ. ഫിത്നക്കാരുടെ ഫിത്ന കാക്കണേ അല്ലാ. എല്ലാ ശർറുകളും തട്ടി വിദൂരത്താക്കണേ അല്ലാ. റബ്ബേ, അനവധി ആളുകൾ ജോലി ചെയ്തിട്ട് വേതനം കിട്ടാതെ പ്രയാസപ്പെടുന്നവർ വിദേശത്തുണ്ട്, സ്വദേശത്തുണ്ട്. എല്ലാവർക്കും ഖൈറായ വേതനം തിരിച്ചെത്തി സന്തോഷിപ്പിക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാ, ജോലി ഭീഷണി നേരിട്ട് വരുന്ന അനവധി ആളുകളുണ്ട് റബ്ബേ, എല്ലാവർക്കും വലിയ സമാധാനം നീ നൽകണേ അല്ലാ. യാ അല്ലാ, ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് പ്രാവശ്യം മനാമിലും യഖ്ളയിലും നീ കാണിക്കണേ അല്ലാ. ആ നിലയ്ക്ക് ദരജകൾ വർദ്ധിപ്പിക്കണേ അല്ലാ. സർവമറകൾ നീക്കണേ അല്ലാ. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാ, ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് പ്രാവശ്യം കാണാനുള്ള തൗഫീഖ് ഈ സ്വലാത്ത് മുഖാന്തരം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ. اللهم صل على سيدنا محمد حبيب الله وعلى آله وصحبه وسلم. يا الله, ദീർഘായുസ്, ആരോഗ്യം, ഇസ്സത്ത്, റാഹത്ത് എല്ലാം നീ വർദ്ധിപ്പിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹജനങ്ങൾ, ഞങ്ങളുടെ വീടുകൾ, പറമ്പുകൾ, സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ, യാത്രകൾ എല്ലാ നിലക്കുമുള്ള ഹിഫ്ള്, ഹിമായത്ത്, കാവല്, ശിഫാ എപ്പോഴും നീ നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണം, ദുർമരണങ്ങൾ, ആർക്കും വേണ്ടാത്ത രീതിയിലുള്ള മരണങ്ങളെ തൊട്ടൊക്കെ നീ കാക്കണേ അല്ലാ. മരണം എപ്പോഴാണ് ഖൈർ നേരത്തെ നീ അറിയിക്കണേ റബ്ബേ. എല്ലാവിധ ഇടപാടുകളും പൂർത്തീകരിച്ച് നല്ല സമയത്ത് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് നല്ല നിലയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ റബ്ബേ. അല്ലാഹ്, ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മരണപ്പെട്ടു പോയ സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ പൊറുക്കണം അല്ലാഹ്. ഞങ്ങളെല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഒരു ഹിസാബും ഇല്ലാത്ത രീതിയിൽ സ്വർഗ്ഗം നൽകി നിന്റെ ലിഖാ കണ്ട് ആസ്വദിക്കുവാനുള്ള തൗഫീഖ് നീ നൽകണം റബ്ബേ. യാ അല്ലാഹ്, ഓൺലൈനിലൂടെ പരിപാടി വീക്ഷിക്കുന്നവർ, ഈ സദസ്സിൽ വന്നെത്തിയവർ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലാ. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ. കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫിയാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഫളീഹത്തിലാക്കാതെ ഇസ്സത്ത് നഗർകാരിൽ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഹബീബില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വർസുഖ് സിയാറത താഹൽ ഹാശിമി ലനാ വഹ്കും ലിഖാഖ ലനാ യാ അഹ്കമൽ ഹുകമാ مولاي صل وسلم إيمان أبدا على حبيبك خير الخلق كلهم وارزق شفاعة طه الهاشمي لنا واحكم لقاق لنا يا أحكم الحكماء مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وبحمدك يا قيوم ختم بالخير لنا كل وأتم نعماك علينا ثم أدم لقياك بفردوس رغد حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله صلى الله على محمد
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ബിസ്വല്ലി അലൈഹി. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച ജലാലിയ റാത്തീബാണ്. എല്ലാവരും ഓൺലൈനിലൂടെ പരിപാടി വീക്ഷിക്കുന്നവരൊക്കെ നമ്മുടെ സഅദിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം, മറ്റുള്ളവരിലേക്കും ഈ മെസ്സേജ് എത്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച 7 മണിക്ക് തന്നെ ജലാലിയ റാത്തീബ് ഉണ്ടാകുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.